ഹലോ ഗായ്സ്, വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഹെലൻസ് വേൾഡ്. കുറേ ദിവസമായി ലോങ് വീഡിയോസൊക്കെ ഇട്ടിട്ട്, എന്നാൽ പിന്നെ മറ്റുള്ളവർക്ക് ഉപകാരപ്പെടുന്ന വീഡിയോ ആയിക്കോട്ടെ എന്ന് ഞാനും വിചാരിച്ചു. എന്തുവാ ഇപ്പോൾ ഇത്ര ഉപകാരപ്പെടുന്നതെന്ന് ചോദിച്ചാൽ, നിങ്ങളുടെ ഒന്നും നാട്ടിൽ ചൂട് തുടങ്ങിയില്ലപ്പാ. നമുക്ക് തൃശ്ശൂരൊക്കെ ഇവിടെ നല്ല ചൂടാണ്. ഫെബ്രുവരി പകുതി മുതൽ തൃശ്ശൂർ ചൂട് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ മൊബൈലൊക്കെ എടുത്ത് നോക്കുവാണെങ്കിൽ അതിനകത്ത് 34 ഡിഗ്രി സെൽഷ്യസ് എന്ന് ഗൂഗിൾ തന്നെ കാണിച്ചിരും. എന്നിട്ട് ഗൂഗിളിൻ്റെ ചുവടെ ചേർക്കും 34 ഡിഗ്രിയാണ് നിങ്ങളുടെ ഫോണിൽ കാണുന്നതെങ്കിലും നിങ്ങൾക്ക് തോന്നപ്പെടുന്നത് ഒരു 38 ഡിഗ്രി സെൽഷ്യസ് ഒക്കെ ആയിരിക്കുമെന്ന്. കറക്റ്റാണത്. മറ്റേത് കാര്യത്തിൽ ഗൂഗിൾ നമ്മളെ വഴിതെറ്റിച്ചാലും ഈ കാര്യത്തിൽ ഗൂഗിൾ കൃത്യമാണ്. ഇതിന് മുമ്പ് നമുക്കൊരു ചെറിയൊരു എയർ കൂളർ ഉണ്ടായിരുന്നു, സിംഫണിയുടെ. അത് നമ്മുടെ കെട്ടിയോ നാശമാക്കി കളഞ്ഞുകൊണ്ടാണ് നമുക്ക് പുതിയ കൂളർ വാങ്ങിക്കേണ്ടി വന്നത്. എന്നാൽ ഞാൻ വാങ്ങിച്ചതിൽ ഭയങ്കരമായിട്ട് സന്തോഷിക്കുന്നു കേട്ടോ. ഇത് കുറച്ച് മുമ്പേ ചെയ്യാമായിരുന്നില്ലേ എന്നത് വാങ്ങിച്ചതിന് ശേഷം എനിക്ക് തോന്നി. നമ്മൾ വാങ്ങിച്ചിരിക്കുന്നത് ക്രോംപ്ടൻ്റെ ഒപ്റ്റിമസ് 65 ലിറ്റർ ഡെസേർട്ട് എയർ കൂളറാണ് കേട്ടോ. ഇതിൻ്റെ ടാങ്ക് കപ്പാസിറ്റിയാണ് 65 ലിറ്റർ. പിന്നെ ഇതിൻ്റെ മുകളിലോട്ട് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 3 സ്വിച്ചസ് ആണുള്ളത്, 3 നോബാണുള്ളത്. വളരെ എളുപ്പം കൈകാര്യം ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ്. തല പുകഞ്ഞ് ആലോചിച്ചിട്ട് കൈകാര്യം ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. വളരെ എളുപ്പമാണ് കേട്ടോ. ഒരു ഓൺ ഓഫ് ബട്ടൺ, എല്ലാത്തിനും ഉള്ളതൊക്കെ ഒരു പവർ ഓണും ഓഫും ഇല്ലേ, അതണക്കത്തെ ഒരു ഓണും ഓഫും ബട്ടൺ. അത് കഴിഞ്ഞ് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സ്പീഡ് കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് ഹൈ സ്പീഡ്, മീഡിയം സ്പീഡ്, ലോ സ്പീഡ്, അതും എല്ലാ സംഭവത്തിനുള്ളതൊക്കെ നമുക്ക് ഹൈ, മീഡിയം, ലോ സ്പീഡ്, പിന്നെ ഒരു ഓഫ് ബട്ടണും കൂടിയാണ് വന്നിരിക്കുന്നത്. ഞാൻ പറഞ്ഞില്ലേ, എല്ലാവർക്കും എളുപ്പത്തിൽ കൈകാര്യം ചെയ്യാൻ പറ്റുന്ന വളരെ സിമ്പിളായിട്ടുള്ള രീതിയാണ്. അത് കഴിഞ്ഞ് തൊട്ടിപ്പുറത്ത് വരുന്നത് ഒരു ഓഫ് ബട്ടൺ, പിന്നെ പമ്പ് മാത്രം വർക്ക് ചെയ്യിക്കാനുള്ള ബട്ടൺ, പിന്നെ പമ്പും സ്വിങ്ങും, അതായത് വെള്ളം വരികയും ഒപ്പം കാറ്റ് കിട്ടുകയും ചെയ്യുന്നത്. പിന്നെ സ്വിങ് എന്ന് പറഞ്ഞ ഓപ്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ വെള്ളം പമ്പ് ചെയ്യില്ല, ജസ്റ്റ് കാറ്റ് മാത്രമായിട്ട് വരും. ഈ കൂളറിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ ഇതിനൊരു മോസ്കിറ്റോ നെറ്റ് കൊടുത്തിട്ടുണ്ട്. 3 ഭാഗത്തും കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇതില്ലെങ്കിലുള്ള കുഴപ്പമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ താഴത്ത് കാണുന്ന ഗ്യാപ്പിൽ കൂടിയെല്ലാം ഉണ്ടല്ലോ, കൊതുക് കയറി മുട്ടയിട്ട് വളർന്ന് അത് പിന്നെ കൂളർ വെച്ചിട്ട് കൊതുകടി കൊള്ളേണ്ട അവസ്ഥ നമുക്ക് വരും. അപ്പം അത് ഇതിൻ്റെ വലിയൊരു അഡ്വാൻറ്റേജ് ആണ് കേട്ടോ. ഞങ്ങൾ പണ്ട് യൂസ് ചെയ്തിട്ടിരുന്ന മറ്റേ കൂളറിൽ, ചെറിയ കൂളറിലൊന്നും മോസ്കിറ്റോ നെറ്റ് ഉണ്ടായിരുന്നില്ല. നമ്മുടെ കൂളറിൻ്റെ 3 ഭാഗത്തും തിക്കായിട്ടുള്ള ഹണി കോമ്പ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ മോസ്കിറ്റോ നെറ്റും കൊടുത്തിട്ടുണ്ട്. ഈ 3 ഭാഗത്തു കൂടിയാണ് കേട്ടോ എയർ ഉള്ളിലേക്ക് വലിക്കുന്നത്. പിന്നെ ഫ്രണ്ടിൽ കാണുന്ന ആ ഗ്രില്ലിലൂടെ പുറത്തേക്ക് വരുന്നു. 4-വേ എയർ ഡെലിവറിയാണ് നമ്മുടെ ഈ കൂളറിനുള്ളത്. ഈ കാണുന്ന ഭാഗത്തുകൂടി നമുക്ക് കൂളറിലേക്ക് മാനുവലി വെള്ളം ഒഴിച്ചു കൊടുക്കാം, അല്ലെങ്കിൽ നമ്മൾ ഒരു പൈപ്പിൽ കണക്ട് ചെയ്യുകയാണെങ്കിൽ ഓട്ടോ ഫിൽ എന്നുള്ള ഓപ്ഷനും ഈ കൂളറിലുണ്ട് കേട്ടോ. കൂളറിൻ്റെ പിൻഭാഗത്തായിട്ട് നമുക്ക് ഹ്യൂമിഡിറ്റി കൺട്രോൾ ചെയ്യാനുള്ള ഓപ്ഷനും കൂടി ഉണ്ട് കേട്ടോ. ലോയിൽ വെക്കണമെങ്കിൽ ലോയിൽ വയ്ക്കാം, ഹൈയിൽ വെക്കണമെങ്കിൽ ഹൈയിൽ വയ്ക്കാം. അത് കണക്ക് തന്നെ ഓട്ടോ ഡ്രെയിൻ മോഡും ഉണ്ട് കേട്ടോ. നമ്മൾ ഈ കാണുന്ന ഈ നോബ് ഊരി എടുത്തു കഴിഞ്ഞിട്ട് ഡ്രെയിൻ എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്തിട്ട് നമ്മൾ പമ്പ് മാത്രം വർക്ക് ചെയ്യിക്കുവാണെങ്കിൽ നമ്മുടെ കൂളറിൽ നിന്ന് തന്നെത്താനെ വെള്ളം പുറത്തേക്ക് പൊയ്ക്കോളും കേട്ടോ. അതൊരു നല്ല ഓപ്ഷനാണ്. നമ്മൾ ആദ്യത്തെ കൂളറിൻ്റെ കാര്യം പറഞ്ഞില്ലേ, അതിൽ ഇങ്ങനെ നമ്മൾ മാനുവലി എടുത്ത് കളയണമായിരുന്നു. ഇത് ഇങ്ങനത്തുള്ള ഒരു ഓപ്ഷൻ ഉള്ളതുകൊണ്ട് നല്ല കാര്യമാണ്. നമ്മളിപ്പോൾ പമ്പ് ഓൺ ചെയ്തിട്ടേക്കുവാണ്, ഇപ്പോൾ വെള്ളം കുറഞ്ഞ് വരുന്നത് കണ്ടില്ലേ. അതുകൊണ്ട് തന്നെ പുറകിലൂടെ ആ വെള്ളം പോകുന്നുമുണ്ട്. ഇങ്ങനെ ഒരു സംഭവം ഉള്ളതുകൊണ്ട് തന്നെ നമ്മൾ മാനുവലി കടന്ന് കഷ്ടപ്പെടേണ്ട കാര്യമില്ല. അതുകൊണ്ട് ഈ ഓട്ടോ ഡ്രെയിൻ അടിപൊളി ഒരു ഓപ്ഷനാണ് കേട്ടോ. അതുപോലെ നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ നമുക്ക് ഈ ഷട്ടർ അഡ്ജസ്റ്റ് ചെയ്യാം. ഇത് ഉപയോഗം കഴിഞ്ഞാൽ അടച്ചു വയ്ക്കുക. അതിനൊക്കെ വർക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് മുകളിലോട്ടും താഴത്തോട്ടൊക്കെ മാറ്റി വെച്ചിട്ട് കാറ്റ് കൊള്ളാം. വേറൊരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ താഴത്തൊരു പായൊക്കെ വിരിച്ച് കിടക്കുവാണെങ്കിൽ താഴത്തോട്ടാക്കാം. ഒരു ബെഡിലാണ് കിടക്കുന്നതെങ്കിൽ ആ ബെഡിൻ്റെ ലെവലിലേക്കാക്കാം. കസേരയിലിരിക്കുകയാണെങ്കിൽ ആ ലെവലിലേക്കും ആക്കാം. ഉപയോഗം കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഈ ഗ്രില്ല് അങ്ങ് അടച്ചിടാം. ഈ കൂളറിൻ്റെ ഹൈറ്റ് വരുന്നത് 123.5 മീറ്ററാണ് കേട്ടോ. ഏകദേശം എൻ്റെ ചെസ്റ്റിൻ്റെ ലെവല്, ചെസ്റ്റിന് തൊട്ട് താഴത്ത് കണ്ട് തന്നെ സൈസ് വരുന്നുണ്ട്. 18 ഇഞ്ചിൻ്റെ വലിയൊരു ഫാനാണ് ഇതിനകത്ത് കൊടുത്തിട്ടുള്ളത്. കോപ്പർ ബൈൻഡിങ് ആണ് അതിനുള്ളത്. അതുകൊണ്ട് തന്നെ അത്യാവശ്യം വലിയൊരു റൂമിലൊക്കെ നമുക്ക് ഇത് വെച്ച് പ്രവർത്തിപ്പിക്കാൻ പറ്റും. ഹോളിലൊക്കെ വെക്കാം കേട്ടോ. അത്യാവശ്യം നല്ല രീതിയിൽ കാറ്റ് കിട്ടും. പിന്നെ ഇതിൻ്റെ പവർ കൺസപ്ഷൻ എന്ന് പറഞ്ഞാൽ 200 വാട്ടാണ്. കാറ്റിൻ്റെ ഒരു തള്ളിച്ച കാണിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഈ ഒരു ഷാൾ എടുത്ത് കാണിച്ചതാണ്. അത്യാവശ്യം 3 മോഡിലും നല്ല രീതിക്ക് തന്നെ കാറ്റ് കിട്ടുന്നുണ്ട്. ഒരു മീഡിയം സ്പീഡിലിട്ടാലും ലോ സ്പീഡിലിട്ടാലും ഒക്കെയും കാറ്റ് അടിപൊളിയായിട്ട് വരുന്നുണ്ട്. ഹൈ സ്പീഡിൽ ഇട്ട് കഴിഞ്ഞാൽ പിന്നെ പറയേണ്ട ആവശ്യമില്ലല്ലോ. അടിപൊളിയായിട്ട് പെട്ടെന്ന് തന്നെ നമുക്ക് ഒരു റൂമൊക്കെ ഐസൊക്കെ ഇട്ടിട്ട് വർക്ക് ചെയ്യിപ്പിക്കുകയാണെങ്കിൽ റൂമൊക്കെ പെട്ടെന്ന് തന്നെ തണുത്ത് കിട്ടും.
നമ്മുടെ കൂളറിൻ്റെ ഏറ്റവും മുകളിലാണ് കേട്ടോ ഐസ് ചേമ്പർ കൊടുത്തിരിക്കുന്നത്. അത്യാവശ്യം വലിയ കപ്പാസിറ്റി ഉള്ള ഒരു ഐസ് ചേമ്പർ കൊടുത്തിരിക്കുന്നത്. ചെറിയ ചെറിയ ഐസ് അല്ല, നമുക്ക് വലിയ പാത്രത്തിലൊക്കെ ഐസ് ആക്കാൻ വെച്ചിട്ട് നമുക്ക് ഇട്ട് കൊടുക്കാം. അതൊന്നും അത്ര പെട്ടെന്ന് മെൽറ്റായി പോകത്തുമില്ല. ഞാൻ അത്യാവശ്യം വലിയൊരു ഐസ് ക്യൂബ് തന്നെ വെച്ചിട്ട് പൊട്ടിച്ചിട്ടാണ് അതിനകത്ത് ഇട്ട് കൊടുത്തേക്കുന്നത്. ഇത്രയും വലിയ ഐസ് ക്യൂബ് ഇട്ട് കൊടുത്താലുള്ള ഗുണമെന്ന് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് നമ്മുടെ കുഞ്ഞു ക്യൂബ് ഇട്ട് കൊടുക്കുന്ന കണക്കല്ല, പെട്ടെന്നൊന്നും അങ്ങ് മെൽറ്റാവത്തില്ല. പിന്നെ ഇത് നിറച്ച് നമുക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. അത് മെൽറ്റാവുന്നതനുസരിച്ചിട്ട് നമ്മൾ ഐസ് ചേമ്പർ അടയുന്നില്ലെങ്കിൽ തന്നെ അത് മെൽറ്റാവുന്നതനുസരിച്ചിട്ട് താഴത്തോട്ട് വന്ന് പയ്യെ അതങ്ങ് ക്ലോസ് ആയിക്കോളും. ഐസ് മുകളിൽ ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ ഈ പമ്പ് ആൻഡ് സ്വിങ് എന്ന് പറഞ്ഞുള്ള ഓപ്ഷൻ ഓൺ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഈ പമ്പിൽ കൂടി വെള്ളം ഇങ്ങോട്ട് ഐസ് ചേമ്പറിലേക്ക് വരും. എന്നിട്ട് ഈ ഐസിലൂടെ ഈ വെള്ളം ഈ കാണുന്ന കുഞ്ഞു കുഞ്ഞ് ദ്വാരത്തിലൂടെ താഴത്തേക്ക് ഒലിച്ചിറങ്ങുമ്പം ആ ഫാനിലൂടെ ഈ കാറ്റ് പുറത്തേക്ക് വരുമ്പോഴാണ് നമുക്കിത്ര ACയുടെ എഫക്റ്റ് കിട്ടുന്നത്. നമ്മൾ സാധാരണ വെള്ളം ഒഴിച്ചു കൊടുത്ത് നമ്മളിത് ഓൺ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത്യാവശ്യം തണുപ്പും, ഇത് ഐസൊക്കെ ഇട്ട് കൊടുത്തതിന് ശേഷം ഓൺ ചെയ്യുന്നെങ്കിൽ നല്ല നമ്മൾ ഒരു AC റൂമിൽ എങ്ങനെ ഇരിക്കുന്ന അത്രയും തണുപ്പ് നമുക്ക് കിട്ടും കേട്ടോ. അടിപൊളി കൂളിംഗ് ആണ്. ഈ ചൂടത്തിങ്ങനെ സമാധാനമായിട്ട് കിടന്ന് ഒന്ന് ഉറങ്ങണമെന്നുണ്ടെങ്കിൽ കൂളർ അല്ലെങ്കിൽ AC നല്ലൊരു ഓപ്ഷനാണ്. AC വാങ്ങിച്ചു കഴിഞ്ഞാൽ കറണ്ട് ചാർജ് അതുകൊണ്ടൊക്കെ തന്നെ കൂടും. കൂളർ ആകുമ്പോഴത്തേക്ക് ACയുടെ പകുതി പൈസ ഉള്ളതാനും നമുക്ക് അത്യാവശ്യം തണുപ്പ് കിട്ടുകയും ചെയ്യും. അപ്പം ഇത്തവണത്തെ ചൂടിന് മറ്റൊന്നും നിങ്ങൾ ഓർക്കണ്ട. ഈ ഒരു കൂളർ വാങ്ങാൻ നിങ്ങൾ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ഈ കൂളർ വാങ്ങിച്ചോളൂ. നമ്മുടെ ജെനുവിൻ ആയിട്ടുള്ള റിവ്യൂ ആണ്, പ്രൊമോഷനും കാര്യങ്ങളൊന്നുമല്ല. അപ്പം മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. അതുവരേക്കും ഇറ്റ്സ് മീ ഹെലൻ സൈനിങ് ഓഫ്. ബൈ.